പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു യാത്രയുടെ ഭാഗമായതുകൊണ്ടാണ് കേട്ടോ ഊറാറ വണ്ടിയിൽ നിന്ന് എടുക്കാനായിട്ട് മറന്നു. അപ്പോൾ ശരിക്കും പ്രിയ സഹോദരങ്ങൾ, വലിയൊരു അഭിഷേകമായിരുന്നു. ശരിക്കും അച്ഛന്മാരെ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അച്ഛന്മാരുടെ ഒരു കൂട്ടായ്മയിലുള്ള ഒരു യാത്രയാണ്. ഈ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ നോക്കിയേ, വരുന്ന വ്യാഴാഴ്ച നമ്മുടെ സെൻറ്റ് മേരീസിലെ ശുശ്രൂഷയുടെ കാര്യം അറിയാമല്ലോ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ് താമസിച്ച ധ്യാനത്തിൽ ഒരു അമ്മച്ചി പറഞ്ഞൊരു അനുഭവം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അമ്മച്ചി പറയുന്നു, ഒരുപാട് പ്രശ്നങ്ങളായിട്ടാണ് വന്നത്. അമ്മച്ചി പറയുന്നത് വെച്ചാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ കുറേ കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ആ വിശുദ്ധ കുമ്പസാരത്തിലും അതുപോലെ ബലിയർപ്പണങ്ങൾ, ആരാധനകൾ, എൻ്റെ ഉള്ളിൽ വലിയൊരു കല്ലുണ്ടായിരുന്നു വെച്ചാൽ ആ കല്ല് ശരിക്ക് കർത്താവ് എടുത്തു മാറ്റി. പ്രൈസ് ദ ലോർഡ്. നമ്മൾ പാടാറില്ലേ, മാറിപ്പോകാത്ത ഒരു വലിയ കല്ലേ നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ, ദൈവത്തിൻ്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ നിറയും. ഇന്ന് നാം ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 32:1. വചനം പറയാണ്, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. നേരത്തെ അമ്മച്ചി പറഞ്ഞില്ലേ, വലിയൊരു ഭാരമായിട്ടാണ്, വലിയൊരു കല്ലായിട്ടാണ് വന്നത്. ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ ആ കല്ല് ഉടച്ചു കളഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെയാണ് ദൈവവചനത്തെ നമ്മൾ സ്കാൻ ചെയ്യാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറക്കുകയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഭാരങ്ങളും ദുഃഖങ്ങളെല്ലാം ദൈവവചനം മാറ്റും. ഇന്ന് പലപ്പോഴും ഈ ദൈവവചനത്തെ സ്കാൻ ചെയ്യാനായിട്ട് നാം അനുവദിക്കുന്നില്ല എന്നതാണ് നമ്മുടെ ദുഃഖകാരണം. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ ശുശ്രൂഷയിൽ, ഈ ആശീർവാദ വേളയിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമൃദ്ധമായിട്ട് വ്യാപരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.